ഫിൻലാൻഡ് എന്ന സന്തോഷ സൂചിക പട്ടികയിലെ ഏറ്റവും ഒന്നാമത് നിൽക്കുന്ന രാജ്യത്ത് ഒത്തിരി ജോലി സാധ്യതകളൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒത്തിരി കമ്പനികൾ നാട്ടിൽ പരസ്യം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വ്യവസ്ഥ, ഇപ്പോൾ ഈ ആഗോള ഒരു ക്രൈസിസ് നടക്കുന്ന സമയത്ത് ഫിൻലാൻഡിൽ ഒത്തിരി പേരുടെ ജോലി പോകുന്നുണ്ട്. ഇവിടെയുള്ള നേറ്റീവ്സ് ആൾക്കാരുടെയും നേഴ്സുമാർക്ക് 2030 നേഴ്സുമാർക്ക് ക്ഷാമം ഉണ്ട് എന്നൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇവിടെ വന്ന് നമ്മൾ ഇവിടുത്തെ നേഴ്സിംഗ് പഠിച്ച് അതിൽ ഫിനിഷ് ലാംഗ്വേജിൽ ഏറ്റവും നന്നായിട്ട് സംസാരിക്കാനും എഴുതാനും വായിക്കാനും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും ഒന്നൊരു ജോലിക്ക് അപേക്ഷിക്കാനെങ്കിലും പറ്റുള്ളൂ. അതിന് കാരണം ഇവിടുത്തെ നേറ്റീവ് ലാംഗ്വേജ് ഫിനിഷാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് സ്വീഡിഷാണ്. ഇംഗ്ലീഷ് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ ഈ പലർക്കും ഇതൊന്നും അറിയാതെ ചില കമ്പനികളൊക്കെ ചില ഏജൻസികളൊക്കെ പറയുന്നത് 1 മാസത്തിനുള്ളിൽ നിങ്ങളെ ഫിനിഷ് പഠിപ്പിക്കും, അതിനുശേഷം അവിടെ ചെന്ന് നിങ്ങൾക്ക് നേഴ്സിംഗ് ഹോമിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. അത് അസാധ്യമായ കാര്യമാണ്. ഫിനിഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ലാംഗ്വേജാണ്. ഞാൻ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഹാർഡായിരുന്നു. ഇപ്പോൾ 10-12 വർഷമായി നന്നായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ നേഴ്സിംഗ് ഇവിടെ അപ്രൂവൽ അല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ നേഴ്സിങ്ങിൻ്റെ ടോപ്പപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിനൊരു ക്രെഡിറ്റ് കിട്ടും. അതിനുശേഷം മാത്രമേ നമുക്ക് ഇവിടെയുള്ള നേഴ്സിംഗ് ഹോമുകളിൽ പോലും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നേഴ്സുമാരുടെ സാഹചര്യം. മറ്റ് സ്കിൽഡ് ലേബേഴ്സിനൊക്കെ ഇവിടെ വളരെ ജോലി സാധ്യത കുറവാണ്. പഠിക്കാൻ വരുന്ന പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് നന്നായിട്ട് വീട്ടിൽ സാമ്പത്തികമൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കാനൊക്കെ വരാം, നല്ല യൂണിവേഴ്സിറ്റിയൊക്കെയാണ്. പക്ഷെ നിങ്ങൾ ലോൺ എടുത്താൽ വരുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല.